ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഏത്തപ്പഴവും ബൂസ്റ്റും കൊണ്ട് വളരെ ടേസ്റ്റിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇതുപോലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോർലിക്സ് എടുക്കാവുന്നതാണ്. എന്നാലും കൂടുതൽ ടേസ്റ്റ് ബൂസ്റ്റിനാണ്, അതുകൊണ്ട് ഞാനിവിടെ ബൂസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരത്തിനാവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം മധുരം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത്, ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. അര കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മാവ് ഒന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ബാക്കിയുള്ള 1/2 കപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര കപ്പ് മൈദയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഒരുപാടങ്ങ് ലൂസ് മാവാൻ പാടില്ല, ഒരുപാട് തിക്ക് മാവാൻ പാടില്ല. ഞാനിവിടെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തിയുടെ മാവിൽ നിന്നും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അതിലേക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ ഓയിലോ ചേർക്കാവുന്നതാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. അതുകൊണ്ട് 1 ടീസ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബോൾസായിട്ടാണ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്നും കുറച്ച് വീതം മാവെടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ എണ്ണ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ബോൾസ് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ബോൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഉള്ളു വേകാതിരിക്കും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു വശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ നിറമാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.